തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് IT ജീവനക്കാരി ആക്രമിച്ചു എന്നുള്ള പരാതി. 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചെങ്കോട്ടുകോണം സ്വദേശി വിജയകുമാറിനും സുഹൃത്തിനുമെതിരെയാണ് കേസ്. റെസിഡൻസ് അസോസിയേഷനിലെ റോഡ് ടാർ ചെയ്യുന്നതിന് MLA ഇടപെടുത്തിയതിലുള്ള വൈരാഗ്യമാണ് ഈ ആക്രമണത്തിൽ കലാശിച്ചിട്ടുള്ളത്. ഗോകുൽനാഥിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. ഗോകുൽ, എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? പോലീസ് നടപടി എങ്ങനെയാണ്? തിരുവനന്തപുരം കഴക്കൂട്ടത്ത് റോഡ് ടാർ ചെയ്യുന്നതിന് ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് IT ജീവനക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമവും നടത്തുകയും തടയാനെത്തിയ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ മർദ്ദിക്കുകയും ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ടുള്ള ചെങ്കോട്ടുകോണം അഞ്ജു ഭവനിൽ വിജയകുമാർ എന്ന ബോംബെ വിജയകുമാറും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്കുമെതിരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. 22 രാത്രി 9:30 ആനന്ദേശ്വരം പൗർണമി ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്യാം സുന്ദറിന്റെ വീടിന്റെ മുൻപിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. 50ഓളം വീടുകളുള്ള ഈ ഭാഗത്തെ പൊതുവഴിയിൽ എസ്റ്റേറ്റുകാരനായ വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ പ്രദേശമൊക്കെ. അതുകൊണ്ട് ഇതുവരെ ടാർ ചെയ്യാൻ ഈ പ്രദേശത്ത് കഴിഞ്ഞിരുന്നില്ല. സംഭവവുമായി ബന്ധപ്പെട്ട് V മുരളീധരൻ MLA അസോസിയേഷൻ ഭാരവാഹികൾ കാര്യങ്ങൾ അറിയിക്കുകയും തുടർന്ന് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള വിരോധമാണ് ഇത്തരത്തിൽ ആക്രമണ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. തർക്കത്തിനിടെയാണ് ഈ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന ജീവനക്കാരെ അസഭ്യം പറയുകയും തുടർന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇത് ചോദ്യം ചെയ്ത അസോസിയേഷൻ പ്രസിഡന്റ് ശ്യാം സുന്ദറിനെ തടയാൻ ശ്രമിക്കുകയും ശ്രീകാന്ത് എന്ന യുവാവിനെയും ആക്രമിക്കുകയുമാണ് ചെയ്തതെന്നുള്ളത്. എന്നാലും യുവതിയുടെ ഭർത്താവും അസോസിയേഷൻ അംഗങ്ങളും ഒക്കെ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.